അതെ അതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഹലോ സർ. ഓക്കെ, പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സർ, ഞാൻ മറ്റേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഫസ്റ്റ് ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു 500 ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് 1000 ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ടോട്ടൽ ഇപ്പൊ ഏതാണ്ട് 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ അറിയേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 225 ഡേയ്സ് പറഞ്ഞല്ലോ. അപ്പൊ അത് ഞാന് ഇപ്പം എക്സാമ്പിൾ ഒരു ജാനുവരി 1 ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഫെബ്രുവരി 1. അപ്പൊ ഈ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് $100 പിന്നെ സെക്കൻഡ് ഇൻവെസ്റ്റ്മെന്റ് $500 ഫെബ്രുവരിയില് 1 പിന്നെ മാർച്ചിൽ ചെയ്യുന്നു. അപ്പം ഇതെങ്ങനെയാണ് ഈ ഡേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തൊട്ടിട്ടാണ് ഈ 25 ഡേയ്സ് വരുന്നത്? അങ്ങനെയല്ല സാർ, എന്താ അറിയോ, സാർ ഇപ്പൊ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത $500 ROI സെപ്പറേറ്റ് തന്നെ അല്ലേ വരുന്നത്? $5 ആയിട്ട് അങ്ങനെ? അതെ അല്ലെ. അടുത്തതും $5 സെപ്പറേറ്റ് അല്ലേ വരുന്നത്? അതെ. അപ്പൊ ഫസ്റ്റ് ചെയ്ത $5 365 ദിവസം കിട്ടും. അടുത്തത് എന്നാണോ സ്റ്റേക്ക് ചെയ്ത് അന്ന് തൊട്ട് 365 ദിവസം കിട്ടും. ഇനി അടുത്തത് ചിലപ്പോൾ സാർ ഡിസംബറിൽ അല്ലെങ്കിൽ ജനുവരിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് 225 ദിവസം $5 കിട്ടും. അല്ലല്ല, എന്റെ ചോദ്യം ജനുവരി 1 ഇപ്പൊ ഞാൻ ചെയ്തു. അപ്പൊ അത് ഇപ്പൊ ജനുവരി വേണ്ട, ഇപ്പൊ ഈ മാസം നവംബർ 1 മറ്റേ ചെയ്തത്, പിന്നെ നവംബർ 15 ചെയ്തു, പിന്നെ ഡിസംബർ 1 ചെയ്ത് കഴിഞ്ഞാല് ഈ ഓരോന്നിനും ഈ ഡേറ്റ് വെച്ചിട്ടല്ലേ, ഡേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത് വെച്ചിട്ടല്ലേ നമ്മൾ അപെക്സ് ടോക്കൺ റിലീസ് ആവുന്നേ? ഒരു അങ്ങനെ എല്ലാം കൂടെ ആ ഡേറ്റ് റിലീസ് ആവും. എല്ലാം കൂടി ഒരുമിച്ചല്ല. 365 ദിവസം കഴിയുമ്പോ അന്ന് തൊട്ട് റിലീസ് ആവുന്നത്. ഓക്കെ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഡേയ്സ് തൊട്ട് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ അന്ന് കിട്ടും, അപെക്സ് ടോക്കൺ റിലീസ് ആവും. പിന്നെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പം ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്ന അപെക്സ് ടോക്കൺ ഇല്ലേ, അത് ഏതിൽ വരും? ഏത് കാറ്റഗറിയിൽ വരും? മറ്റേ TRC ആണോ? TRC. അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ ഇപ്പൊ എവിടെ നോക്കാൻ പറ്റും നമുക്ക്? അതിന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് എവിടെ നോക്കാൻ പറ്റും? ഇപ്പൊ നമുക്ക് അതിന്റെ വാല്യൂ നോക്കാൻ പറ്റില്ല. അത് $0.1 നമ്മൾ ലിസ്റ്റ് ചെയ്യുള്ളൂ. അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ വാല്യൂ നമുക്ക് എക്സ്ചേഞ്ചിൽ കാണാൻ പറ്റും. അത് നമ്മളെ ഇനി നെക്സ്റ്റ് ഫോർകാസ്റ്റ് ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെ? ആ TRCയിൽ എപ്പോഴാണ് അത് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് BNB നെറ്റ്വർക്ക് ഫിനാൻസിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ലിസ്റ്റിംഗ് തുടങ്ങും. ഓക്കെ. അല്ല, ഇപ്പൊ എൽ ബാങ്കിലൊക്കെ ലിസ്റ്റ് ആയല്ലോ. അപ്പൊ അതുപോലെ ഇതും ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ലിസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷമേ ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്തത് അശ്വൻസി. ഇനി നമ്മളെ കുറച്ചു പേരോട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ചാർജ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഞാൻ അശ്വൻ ഒരാൾ ചെയ്തിട്ടുണ്ട്. അശ്വൻ സംസാരിക്കാം. ഇനി ബാക്കി ഡൗട്ട്സ് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇന്നിപ്പോ ഓൾമോസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്തവരെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇനി എല്ലാവരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്താ പറയാ, നമുക്ക് ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് സംസാരിക്കാം. എല്ലാവരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യമുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കാം, കാരണം എന്റെ ചാർജ് തീർന്നിട്ടുണ്ട്. ഞാൻ ബിറ്റ്മാർട്ടിൽ നിന്ന് അപെക്സ് ടോക്കൺ വാങ്ങിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അത് കിട്ടുന്നില്ല. എന്താ പ്രശ്നം? ബിറ്റ്മാർട്ടിൽ നിന്ന് ക്യാഷ് എടുക്കാൻ നോക്കിയപ്പോഴേ അപെക്സിൽ നോക്കിയപ്പോ കിട്ടുന്നില്ല, ലിസ്റ്റിംഗിൽ കാണുന്നില്ല. അപെക്സോ? അതെ, ലിസ്റ്റിംഗ് കാണാനില്ല. അപ്പൊ ഞാൻ ബിറ്റ്മാർട്ടിൽ നമ്മള് പർച്ചേസ് ചെയ്യാൻ നോക്കിയപ്പോ പറ്റുന്നില്ല.
അതാ അറിയത്തില്ല. ഞാൻ ലിങ്ക് നമ്മളെ നാസർക്ക ഗ്രൂപ്പിലിട്ട ലിങ്ക് ആയിരുന്നു. അപ്പൊ അത് വഴിയാണ് കയറി നോക്കിയത്. അതെന്താ അറിയോ, അത് നമ്മളെ ബിറ്റ്മാർട്ട് ഇന്ത്യയിൽ അലൗഡ് അല്ല. അതുകൊണ്ട് VPN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ചെയ്ത് നമ്മൾ വേറെ എന്തെങ്കിലും രാജ്യമാണെന്ന് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, UAE അത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. പല രാജ്യത്തും അത് കിട്ടേണ്ടത്. അപ്പൊ അത് VPN ആണ് ഇത് ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നതിൽ നല്ല എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ VPN നോക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഓ ശരി ശരി, അതും ഡൗട്ട് ഉണ്ടാകുന്നുണ്ട്. ഒക്കെ ശരി കേട്ടോ. ഓക്കെ ശരി, താങ്ക് ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് കാണാം. സാറേ ഹലോ സാർ, ഒരു കാര്യം പറയട്ടെ. ഹലോ ഹലോ സാറേ, ഒരു സംശയം. മുൻകഴിഞ്ഞ ആളുകൾക്ക് സംസാരിച്ചതിൽ നിന്ന് മറ്റു ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിലെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മൾ ഫേസ് ചെയ്ത ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, അതേപോലെ ഇവിടെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് 1-2 സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഇത്രയും വരുമാനം കൊടുക്കാൻ കഴിയുക, എന്താണ് അതിന്റെ സോഴ്സ് എന്ന് ഒരു സാധാരണക്കാരൻ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ ആൻസർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടത്? നമ്മള് ആൻസർ ചെയ്യേണ്ടത് ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നു. ഫോറക്സ് ട്രേഡിങ്, ക്രിപ്റ്റോ ട്രേഡിങ് ഒക്കെ ചെയ്ത് നമ്മളെ നമ്മളെ നാട്ടിലുള്ള ചെറിയ പിള്ളേര് വരെ ഒരു 10,000 രൂപ ക്യാപിറ്റൽ ഇട്ടിട്ട് വരെ 10-25,000 രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് നമ്മള് കമ്പനി കൃത്യമായിട്ട് ഫോറക്സ് ട്രേഡിങ് അതുപോലെ ക്രിപ്റ്റോ ട്രേഡിങ്ങിലും ഇൻവോൾവ് ആണ്. അപ്പോ അവിടെ അവരെടുക്കുന്ന പ്രോഫിറ്റിന്റെ ഇപ്പൊ നമുക്ക് 1% നമുക്ക് ഡെയിലി എന്ത് ചെയ്യുന്നുള്ളൂ, റിട്ടേൺസ് തരുന്നുള്ളൂ. അതും 5ഓളം ഫണ്ടഡ് അക്കൗണ്ട് ഡീൽ ചെയ്യുന്ന ആളുകളെ വെച്ച് ട്രേഡ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരാളെ സംബന്ധിച്ച് ലോസ് ഉണ്ടാവാം, അങ്ങനെയെങ്കിൽ ബാക്കി മേക്കപ്പ് ചെയ്യാനുള്ള ആളുകൾ ആ രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഫിറ്റ് കൊടുക്കുന്നത്. കമ്പനി ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ വന്ന കമ്പനി അല്ല, മറിച്ച് ജനങ്ങളെ ഈ ഒരു ടോക്കണിലേക്ക്, ഈ ഒരു പ്രൊജക്ടിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ അതിന്റെ അപെക്സ് ടോക്കൺ പ്രൊജക്ടിന്റെ ഭാഗമായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ROI കിട്ടുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പൊ എക്സ്റ്റേണലി എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യിപ്പിക്കുന്നതും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കമ്പനി കൊടുക്കുന്നതും. അപ്പൊ ഈ പൈസ ഉപയോഗിച്ച്, അതുകൊണ്ടാണ് നമുക്ക് TRC ടോക്കൺ റിലീസ് ചെയ്യുന്നത്. TRC ടോക്കൺ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ പണം, നമ്മൾ അടയ്ക്കുന്ന പണം ഉപയോഗിച്ചിട്ട് കമ്പനി അതിന്റെ എത്ര പെർസെന്റേജ് ടോട്ടലി എടുക്കില്ല, എത്ര പെർസെന്റേജ് എടുത്ത് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ റിവാർഡാണ് കമ്പനി തരുന്നത്. ഹലോ സാർ, ഞാൻ ബിറ്റ്മാർട്ടിൽ നിന്ന് 25 അപെക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 25 അപെക്സ് ഞാൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തു. ഓക്കെ. അതിപ്പോ ഞാൻ അപെക്സിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 25 തന്നെയാണോ ടൈപ്പ് ചെയ്യേണ്ടത്? അല്ല, 25 അല്ല. നമ്മൾ അത് അങ്ങോട്ട് വിഡ്രോവൽ കൊടുക്കുമ്പോ അവിടെ കാണിക്കും നമുക്ക് എത്രയാണ് ട്രാൻസാക്ഷൻ ഫീ കഴിച്ചിട്ട് കയറുകയാണെന്ന്. ആ കയറുന്ന ഫിഗർ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കണം. അല്ല, നമുക്കപ്പോ ഫീ എന്ന് പറയുന്നത് 0 അല്ലേ കാണിക്കുക? ട്രാൻസാക്ഷൻ ഫീ 0 ആണെങ്കിൽ 0 ആണ് കാണിക്കുക. പക്ഷെ നമ്മള് ഇപ്പൊ ബിറ്റ്മാർട്ടിൽ നിന്ന് നമ്മൾ അത് വിഡ്രോ ചെയ്യും. ബിറ്റ്മാർട്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ അവിടെ കാണിക്കും എത്ര അപെക്സ് കട്ടാവുന്നുള്ളൂ. അപ്പൊ 22.1 ആണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോഴേ ഞാൻ സൈറ്റിൽ അപ്പൊ 22.1 ആണോ കൊടുക്കേണ്ടത്? അതാ കൊടുക്കേണ്ടത്. സാറ് എത്രയാണ് വിഡ്രോ ചെയ്തത്? ഞാൻ എന്റെ ടോട്ടൽ 25 ഉണ്ട്. 25. അപ്പൊ അതില് ഇത്ര കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ 21 ആണ് സാർ കാണിക്കുന്നത്. 22.1 ആണ് അത് കാണിച്ചാൽ. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ഹാഷ് അടിക്കണ്ടേ നമ്മുടെ ID? അതെ, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി പോയിട്ട് എടുക്കുക. അത് ഞാൻ കൊടുത്തു, പക്ഷെ എന്റെ ഇപ്പോൾ പെൻഡിങ് ആണ് കാണിക്കുന്നത്. അത് നമുക്ക് എന്താന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. എന്താന്നുള്ളത് ഇപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് അറിയില്ല. കാരണം ബിറ്റ്മാർട്ട് ഉള്ള എക്സ്ചേഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇത് ഇത്രയും ചെയ്താൽ പ്രോപ്പറാണ്. പിന്നെ എന്തെങ്കിലും എന്ത് റീസൺ കൊണ്ടാണ് പെൻഡിങ് ആയത് അറിയില്ല. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഡിലേ വരികയാണോ, അതിന്റെ കാര്യങ്ങൾ അറിയാം. അപ്പൊ അത് ബാങ്കിൽ അല്ലെങ്കിൽ ബിറ്റ്മാർട്ടിലെ സപ്പോർട്ട് ഉണ്ടാവും. ആ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു മെയിൽ ചെയ്താൽ മതി, കണ്ടന്റ് വെച്ചിട്ട്. സാറെ, പിന്നെ വേറെ ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പൊ നമ്മള് phase 1 പിന്നെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്തത് 365 ഡേയ്സ് കഴിഞ്ഞാലും
നമുക്ക് അപ്പെക്സ് ടോക്കൺ സ്റ്റാക്ക് അവിടെ ഹോൾഡ് ചെയ്തൂടെ? 365 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അപ്പെക്സ് ടോക്കൺ റിലീസ് ചെയ്യും. ആ നമുക്ക് വാലറ്റ് എന്ത് ചെയ്യാം? കീപ്പ് ചെയ്യാം. ഓക്കെ. അത് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ. ഓക്കെ. ഓക്കെ. ഹലോ ഹലോ. ഹലോ സാറേ, ഞാൻ പറഞ്ഞോട്ടെ. ആ ഹലോ പറഞ്ഞു സാർ, കേൾക്കുന്നുണ്ട്. സാറേ, ഈ നമ്മള് പിന്നെ 360 ദിവസമാണ് സ്റ്റേക്ക്. ഞാനിപ്പോ ലാസ്റ്റ് കയറിയത് 360 സ്റ്റേക്കിങ് വന്നേക്കും. സാർ റേഞ്ച് ക്ലിയർ ആവുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്തവർക്കാണോ പിന്നെ 360? ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഹലോ, റേഞ്ചിലോട്ട് നിൽക്കുവോ? അതല്ലെങ്കിൽ ഹലോ എന്തോ? ഹലോ ഹലോ. സാറേ ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം. സാറേ നമ്മളിപ്പോ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 2 മാസമായി. അപ്പോ ഇപ്പം 360 ദിവസത്തേക്കാണല്ലോ സ്റ്റേക്ക് ചെയ്തേക്കുന്നത്. അതെ. ഇനി ഫ്രഷ് ആയിട്ട് പുതിയ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേക്കിംഗ് ആണോ 225 ലാസ്റ്റ് കയറി? അതുകൊണ്ടാണ്. അതെ അതെ. ആ ഡേറ്റിന് ശേഷം സ്റ്റേക്ക് ചെയ്യുന്നവർക്ക് അത്ര ദിവസമായിട്ട് 6 രൂപ. പുതിയത് ഇനി 205 ദിവസമേ ഉള്ളൂ അല്ലേ? അതെ അതെ. ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 360 ദിവസം കഴിഞ്ഞേ ഉള്ളൂ പിന്നെ റിലീസ് ചെയ്യുന്നു. അതെ, കിട്ടും. ശരി ശരി ശരി. ഓക്കെ. അപ്പോ സാറേ ഗുഡ് ഈവനിങ് സാർ. ഞാൻ അരുൺ സാറിന് അറിയുന്ന ആളാണ്, മഹമ്മൂദാണ് ഫ്രം പെരിന്തൽമണ്ണ. നാസർ സാറിന്റെ ഫ്രണ്ടാണ്. സാറേ ഞാൻ ഇന്നലെ മിഞ്ഞാന്നത്തെ ഇതിൽ സംസാരിച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോ ഒരു വിത്തിൻ 5 ഡേയ്സിന്റെ ഉള്ളിൽ ഒരു 6 to 10 lakh ഡെപ്പോസിറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് 31st ചെയ്യുകയാണെങ്കിൽ 360 ഡേയ്സ് കിട്ടുമല്ലോ അല്ലേ? പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരു തവണ എക്സ്റ്റെൻഡ് ചെയ്താണ്, ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഉണ്ടാവില്ല അല്ലേ? അല്ല, എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർക്ക് December 1st week ഒക്കെ ശരിയാവുള്ളൂ. ഞാനിപ്പോ ഇതെല്ലാം ഞാൻ 8 o'clock മുതൽ വാച്ച് കംപ്ലീറ്റ് കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം നമ്മള് പിന്നെ ഏറ്റവും നല്ല കേൾവിയാണല്ലോ നല്ലത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ കിട്ടി, അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഇത് മാത്രം. അപ്പൊ ഏറ്റവും നല്ല സജഷൻ അല്ലേ ഇപ്പോ ഈ 31st ചെയ്യുന്നത്? പിന്നെ ഞാൻ നസീറോട് പറഞ്ഞിരുന്നു, ഒരു ഷെയർ എടുക്കുമല്ലോ നമ്മളെ, എന്താ പറയാ, നമ്മളെ ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ളേ. അത് സാർ എടുക്കുമ്പോ ഇവിടെ ആരും അത് ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അവരെ ചോദ്യം മാത്രം, അതിനെപ്പറ്റി ആരും ചോദിച്ചില്ല. അത് ഒരു 3 ഷെയർ എടുക്കൽ ഏറ്റവും ബെസ്റ്റ്. 3 ഷെയർ എടുത്താൽ മതി അല്ലേ? എക്സിക്യൂട്ടീവ് മെമ്പർ ആവും. അപ്പൊ അത് ROI ഒരു പെർ മന്ത്ലി എത്ര കിട്ടും? 1 lakhന്റെ സംതിങ് മുകളിലാണ് കിട്ടും പറഞ്ഞു ഒരു വർഷം തോന്നുന്നുണ്ട്. അതെ, നമുക്ക് എന്താ വെച്ചാല് ഈ 10% നമ്മൾ ഷെയർ വാല്യൂന്റെ 10% വരും എവറി മന്ത് നമുക്ക് റിലീസ് ആക്കാം അല്ലേ? എവറി മന്ത്. അപ്പൊ അതിന്റെ 1 year അല്ലേ എന്റെ വാലിഡിറ്റി? 1 year കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ടോക്കൺ സെയിൽ ആക്കാം അല്ലേ? ടോക്കൺ നമുക്ക് എന്ത് ചെയ്യാം? TRC ടോക്കൺ ഉണ്ടാവും, അത് നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ എന്നാലും നമുക്ക് ലൈഫ് ലോങ് എന്ത് ചെയ്യും? ഇത് കിട്ടിക്കൊണ്ടിരിക്കും. അത് മറ്റേ അതാ സാറേ നമ്മള് പിന്നെ ROI ഫുൾ ലൈഫ് ടൈം കിട്ടുമോ അതോ? അതെ ROI അല്ല, നമുക്ക് എന്താ അതിന്റെ ഷെയർ ഹോൾഡ് അല്ലേ? ഷെയർ എമൗണ്ട്, ഒരു എമൗണ്ട് എത്ര ഫിക്സ് ഇപ്പൊ പറയാൻ പറ്റില്ല. കമ്പനീന്റെ എത്ര ടേൺ ഓവർ അനുസരിച്ച് നമുക്ക് ഒരു ഷെയർ ആയി കിട്ടും അല്ലേ? അതെ നമുക്കൊരു 10% മന്ത്ലി കിട്ടുന്നുണ്ട്. 10% മന്ത്ലി കിട്ടും അല്ലേ? ലൈഫ് ടൈം. അതെ, ലൈഫ് ടൈം. ഓക്കെ. പക്ഷെ നമ്മള് കോയിൻസ് അപെക്സ് സ്റ്റോക്ക് കോയിൻസ് ബുക്കും ചെയ്യും, സെയിലാക്കും ചെയ്യും എപ്പോഴാണ് അല്ലേ? 1 year കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നെ നമുക്ക് നേരിട്ട് മൈസൂരിൽ നിന്ന് കാണാം. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച് അരുൺ സാർ. ഓക്കെ, താങ്ക് യു. അരുൺ സാർ, നമ്മൾ ക്ലോസ് ചെയ്യാം.